ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 3-4-5 അടുത്ത് നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ചില്ലായിട്ടിരിക്കുകയാണ്. സംഭവം നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ തെങ്കാശി ജില്ലയിലേക്കാണ് പോകുന്നത്. ഇതിപ്പം പുനലൂരാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുനലൂർ കറക്റ്റ് പ്രോപ്പർ പുനലൂരോട്ട് കയറിയിട്ടുണ്ട്. താഴെ ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യമായിട്ട് കാണുന്ന തൂക്കുപാലം. നമ്മുടെ പുനലൂർ തൂക്കുപാലമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ നിന്നൊരു നമ്മുടെ കറക്റ്റ് ഒരു പുനലൂർ ജംഗ്ഷനിൽ നിന്നും ഈ പറയുന്ന സൂര്യകാന്തി തോട്ടത്തിലേക്ക് ഒരു 66 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ ഒരു മെയിൻ സ്പോട്ടിലോട്ട് എത്താൻ സാധിക്കും. നമ്മുടെ വണ്ടിയിലൊരു ഇച്ചിരി കാറ്റ് കുറവായിട്ട് നമ്മൾ പമ്പിലോട്ട് കയറ്റിയേക്കാണ്. പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോഡാവുന്നേ ഉള്ളൂ. സീറോ കാണിക്കുക, സീറോ കാണിക്കുന്നത് ടയർ പ്രഷർ. സംഭവം നമ്മുടെ തെമ്മല ഒറ്റയ്ക്കൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു പമ്പാണ്. നമ്മൾ ടയർ പ്രഷർ കൊടുത്തിട്ട് അത് കറക്റ്റ് ആവുന്നില്ല. സംഭവം ഉള്ള കാറ്റ് ഇറങ്ങിപ്പോവാണ്. എന്തായാലും അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. സംഭവം കാറ്റ് അത്രയും കുറവാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ യാത്ര മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തെന്മലയിലെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും നല്ല അടിപൊളി ചില്ലായിട്ടിരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യം നല്ല വൈബിൽ നിൽക്കുകയാണ്. തെമ്മല ലുക്കൗട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മുടെ ഒരു ഡാമിന് ശേഷമുള്ള ലുക്കൗട്ടാണ്. നമ്മുടെ മുമ്പുള്ള വീഡിയോയിലും ഇവിടുത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ നേരെ വിടുവാണ് തെങ്കാശിക്കോട്ട്. ഇനി ഇവിടുന്ന് ഒരു കുറച്ചുകൂടി ദൂരമുണ്ട്. നമ്മൾ കേരള ബോർഡർ എത്താറാവുന്നതേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടി ദൂരമുണ്ട്. ആര്യങ്കാവൊക്കെ എത്താറാവുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു മഴ രാവിലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ക്ലൈമറ്റൊക്കെ സൂപ്പർ ക്ലൈമറ്റാണ്. ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ നല്ല വെയിലുള്ള സമയത്തൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ്. പുനലൂരും തെന്മലയാണേലും അത്യാവശ്യം ഇച്ചിരി ചൂടാണ്. ഒരു ചെറിയൊരു നമ്മൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലേന്നൊരു മഴ പെയ്ത് കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. നമ്മൾ 13 കണ്ടപ്പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നത്തെയും പോലെ മുകളിൽ കയറാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ മുകളിൽ കയറാൻ പറ്റത്തില്ല. അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. കയറാൻ പാടില്ലെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരെ ഒന്ന് പടിയുടെ മുകളിൽ വരെ പോയിട്ട് താഴോട്ടുള്ള വ്യൂ ഒന്ന് നോക്കുന്നേ ഉള്ളൂ. കയറാനായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. എന്തായാലും കയറാൻ സാധിക്കത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് തന്നെ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി തിരിച്ച് പോകണം. അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ആ അടിപൊളി വ്യൂ ഇതുവരെയായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് സത്യം. നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു നല്ലൊരു ചായ സ്പോട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ബോർഡറാണ്. ബോർഡർ നമ്മൾ കഴിയുകയാണ്. ബോർഡർ എത്താറാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ കാണുന്നതാണ് ആ വ്യൂ പോയിൻറ്റ്. കോട്ടവാസൽ വ്യൂ പോയിൻ്റ് എന്നാണ് ഈ ഒരു സ്പോട്ടിന് പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കിടിലൻ ചായയും വടയും കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും പോയി നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീണ്ടും പോവുകയാണ്. എസ് വളവ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ എസ് വളവ് കഴിഞ്ഞങ്ങോട്ട് നേരെ കയറി നമ്മൾ കറക്റ്റ് നമ്മൾ ആ ഒരു തമിഴ്നാട്ടിലോട്ടാണ് കയറുന്നത്. നിരന്ന പ്രദേശത്തോട്ട് കയറുന്നത്. നമ്മുടെ ഈ തെന്മല ഭാഗത്തുള്ള പുനലൂർ തെന്മല ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളൊക്കെ ഇങ്ങനെ കറങ്ങി ചുറ്റി നേരെ താഴോട്ട് ഇറങ്ങുന്നത് നമ്മളെ സ്വാഗതം ചെയ്യുന്ന തമിഴ്നാടാണ്. നല്ല ഗ്രാമീണ ഭംഗിയോട് കൂടിയിട്ടുള്ള തമിഴ്നാട്. അതേപോലെ വയലും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റാണ്. അടിപൊളിയാണ് കാണാൻ. ഇതുവഴി പോകുന്ന നല്ല രസമാണ്. എത്ര യാത്ര ചെയ്താലും ഈ ഒരു റൂട്ട് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ചെങ്കോട്ടയിലോട്ടുള്ള തീവണ്ടി യാത്ര. പുനലൂർ ചെങ്കോട്ട തീവണ്ടി യാത്ര അത്ര പ്രസിദ്ധമാണ്. അടിപൊളിയാണ്. നമ്മൾ കുറേ ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം നമ്മൾ പറഞ്ഞല്ലോ, സുന്ദരപാണ്ഡിപുരത്തോട്ടേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ സാമ്പാർ വടകരയിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിലേക്കുള്ളൊരു വ്യൂ ആണ് ഇത് കാണുന്നത്. ഇവിടെ കുറച്ച് തക്കാളി പാടങ്ങളും പിന്നെ ചെറിയ ചെറിയ ഉള്ളി കൃഷികളും കാര്യങ്ങളൊക്കെയാണ് താഴെ കാണുന്നത്. ഇച്ചിരി പൊക്കത്താണ് റോഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തുള്ള കാര്യങ്ങളൊന്നും അത്രയ്ക്ക് നല്ലോണം കാണാൻ പറ്റത്തില്ല. പക്ഷേ തക്കാളി കൃഷിയാണ്. സൂക്ഷിച്ചൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണാൻ സാധിക്കും. ഇവിടുന്ന് നമ്മൾ മാപ്പിട്ടാണ് പോയത്. പക്ഷേ മാപ്പ് സാമ്പാർ വടകര സൺഫ്ലീഡെന്ന് കൊടുത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തന്നെ വേറെ സൈഡിലോട്ടാണ് കാണിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ എന്നുണ്ടെങ്കിൽ പൂക്കളില്ല, പകരം അവിടെ കാറ്റാടിപ്പാടങ്ങളാണുള്ളത്. അവിടെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സീസൺ ഔട്ടായി. അവിടെ വിളവെടുപ്പ് സമയമാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇതുപോലത്തെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. പക്ഷേ നല്ല രീതിയിൽ കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൻ്റെ തീവ്രത നമ്മുടെ ശരീരത്തിലോട്ട് ഏൽക്കുന്നില്ല.
നല്ല ഹൈറ്റിലുള്ള അത്യാവശ്യം ഹൈറ്റിലുള്ള കാറ്റാടിപ്പാടങ്ങളാണ് ഉള്ളത്. ഇത്രയും അടുത്ത് കാറ്റാടിപ്പാടങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഇതിലും ഹൈറ്റിലുള്ള കാറ്റാടിപ്പാടങ്ങളുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും ക്ലോസ് ആയിട്ട് ഇപ്പം കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. നല്ല രസമാണ് കേട്ടോ സംഭവം. സുന്ദരപാണ്ഡിപുരത്തെ നമുക്ക് ഈ വട്ടം പോകാൻ പറ്റിയില്ല, പകരം ഇവിടെ വന്നു പുതിയ കാഴ്ചകൾ കാണാൻ പറ്റി. ഇതാണ് നമ്മളിപ്പം സാമ്പാർ വടകര സൺഫ്ലവർ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇവിടെ നമ്മൾ കാറിൽ വന്നുകൊണ്ട് കാറിൽ ഇനി എത്ര പേര് വന്നാലും 100 രൂപ മേടിക്കത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കാറ് വരുവാണെങ്കിൽ 100 രൂപ, അതിപ്പോൾ ഒരാൾ വന്നാലും 100 രൂപ. അതിപ്പോൾ 5, 6, 7, 8 പേര് വന്നാലും 100 രൂപ എന്നാണ് പറയുന്നത്. പിന്നെ അല്ല ഒറ്റയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 20 രൂപയുള്ളൂ ഒരാൾക്ക്. ഇതാണ് ഇവിടെ ചെറിയൊരല്ല, അത്യാവശ്യം നല്ലൊരു പാടമാണ്. മൊത്തം കേരള വണ്ടികളാണ് കേട്ടോ. തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊന്നും അധികം ഇവിടെ വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഈ വർഷമൊക്കെ കഴിഞ്ഞ വട്ടം വന്നപ്പം സുന്ദരപാണ്ഡിപുരത്ത് പോയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ അത്യാവശ്യം കുറച്ച് സമയമായതാണ്. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഫ്രഷാണ് കേട്ടോ. ചെറിയ മുട്ടുകളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പം വീണേനെ. എല്ലാവരും പൂക്കളൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. നല്ല ഫ്രഷ് പൂക്കളാണ് കേട്ടോ. ഈ ഒരു പൂ എങ്ങനെ പോയാലും ഇനി 1 മാസം കാണും. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 8-ാം തീയതിയാണ്, അതായത് ഈ മാസം 8-ാം തീയതിയാണ്. ഇപ്പം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. എന്നാലും ഈ ഒരു മാസം അവസാനം വരെ എന്തായാലും 100% എന്തായാലും കാണും. പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം തന്നെ നിങ്ങൾ പോകണം. നല്ല കാഴ്ചകളാണുള്ളത്. ഈ ഒരു പൂവിൻ്റെ ഒരു ഏജ് അനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു 1.5 മാസം നിൽക്കും, ഉറപ്പാണ്, അത് കൺഫേം ആണ്. അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഒരു 1.5 മാസം എന്തായാലും കാണും. ഒരു പൂ എന്തായാലും അത്ര നേരം കാണും. അപ്പോൾ ഇത് ഫ്രഷ് പൂവായതുകൊണ്ട് തന്നെ ഈ മാസം തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ മാസം തന്നെ പോവുക. നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പോയി കാണുക. ഒരു 10 രൂപ 20 രൂപ കൊടുത്താൽ പോലും നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാനൊക്കെ, അടിപൊളിയാണ്. എല്ലാവരും വരിക. സുന്ദരപാണ്ഡിപുരത്ത് ഈ വട്ടം ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ മഴയുടെ ലഭ്യത കുറവ് കൊണ്ട് തന്നെ കൃഷി വളരെ കുറവാണ്. ഉള്ള കൃഷിയാണെന്നുണ്ടെങ്കിൽ വിളവെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ സീസൺ ഔട്ടായി. ഇവിടെ സീസൺ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാർ വടകരയിലേക്ക് എല്ലാവരും വരിക. നല്ല രീതിയിലുള്ള പൂക്കൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല നിങ്ങൾക്ക് അഥവാ ഇൻ കേസ് പൂ കുറച്ചേ കാണാൻ പറ്റുള്ളൂ എങ്കിൽ പോലും പക്ഷേ യാത്ര വെറുതെ ആകത്തില്ല. നല്ല കാഴ്ചകളുണ്ട്. ഇവിടെ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ട്. ഇതൊക്കെ കുടിച്ച് നമ്മൾ തിരികെ ഇനി വീട്ടിലേക്ക് പോകണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.